ബിഗ് ബോസ് മലയാളം 7-ാം സീസൺ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കവേ പ്രേക്ഷകരിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഈ സീസൺ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ പിഴവ് പറ്റി എന്ന അഭിപ്രായം വരുന്നുണ്ട്. 6-ാം സീസണുമായുള്ള താരതമ്യവുമുണ്ട്. അതേസമയം ഈ സീസൺ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. ബിഗ് ബോസ് മലയാളം 5-ാം സീസണാണ് പ്രേക്ഷകർക്ക് വലിയ നിരാശ സമ്മാനിച്ച സീസണുകളിൽ ഒന്ന്. ആവേശഭരിതമായ സന്ദർഭങ്ങളിൽ 5-ാം സീസണിൽ കുറവായിരുന്നു. അഖിൽ മാരാർ തന്നെയായിരിക്കും വിജയി എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ച സീസൺ. അതിനാൽ വലിയ ആകാംക്ഷ പലർക്കുമില്ലായിരുന്നു. എന്നാൽ പോലും ഒരു ഫീൽ ഗുഡ് സീസണായിരുന്നു അത്. നാദിറ 5-ാം സീസണിൽ മത്സരാർത്ഥിയെത്തിയത് ഏറെ ഗുണം ചെയ്തതാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന നാദിറയ്ക്ക് മുഖ്യധാരാ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത് ഈ ഷോയിലൂടെയാണ്. മണി ബാഗുമായി നാദിറ ഷോയിൽ നിന്ന് ഇറങ്ങിയത്. താൻ ബിഗ് ബോസ് വിജയി ആയാൽ സാമ്പത്തിക പ്രയാസം നേരിടുന്ന നാദിറയ്ക്ക് 1,00,000 രൂപ നൽകുമെന്ന് അഖിൽമാരാർ അന്ന് പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നാദിറ ഇപ്പോൾ. അത് ആ സീസണിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അഖിൽമാരാർ ചേട്ടൻ വിന്നറായാൽ 1,00,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ചു. 1,00,000 രൂപ എനിക്ക് തന്നു. ആ സമയത്ത് തന്നെ തന്നു. പണം തന്നതിൻ്റെ കാരണം എൻ്റെ ബുദ്ധിമുട്ട് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറഞ്ഞതാണ്. മണി ബോക്സ് എടുക്കാനായി തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. ഞാനത് വേണ്ടെന്നും പറഞ്ഞതില്ല. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. ആരോഗ്യമായ എതിർപ്പിഴവുകൾ ഉണ്ടെങ്കിലും ആത്യന്തികമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. ഷോയുടെ അവസാന നാളുകൾ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിരുന്നു. ഓർത്തുവെക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളൊന്നാണ് അഖിൽ പറയുന്നത്. വളരെ പരസ്യമായി ഒന്നുമല്ല പറഞ്ഞത്. അത് പുറത്ത് ടെലികാസ്റ്റായി. അഖിൽ പണം തന്നോ എന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാൻ പേഴ്സണലി അവരോട് തന്നിരുന്നു എന്ന് പറയുകയും ചെയ്തു. അഭിമുഖത്തിൽ ആദ്യമായിട്ടാണ് ഇക്കാര്യം പറയുന്നതെന്ന് നാദിറ വ്യക്തമാക്കുകയും ചെയ്തു.